ഹലോ ഫ്രണ്ട്സ്, ഞങ്ങളുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് എന്താണെന്ന് അറിയാമോ? കോക്കനട്ട് ദോശ. നല്ല സുന്ദരമായ ദോശ, അതിന് പറ്റുന്ന ഒരു നല്ല സുന്ദര ചട്നിയുമാണ് തയ്യാറാക്കുന്നത്. അത് എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടതെന്ന് പറയാം. നമ്മുടെ വെറൈറ്റി ദോശയ്ക്ക് 2 കപ്പ് അരിയാണ് എടുത്ത് വെച്ചിരിക്കുന്നത്. ഇതിനകത്ത് 1 ടീസ്പൂൺ ഉലുവയും കൂടെ ചേർക്കുക. ഇതൊന്ന് കഴുകി എടുത്തിട്ട് വരാം. അരി നന്നായിട്ട് കഴുകി എടുത്തിട്ടുണ്ട്. ഇതിന് 1 കപ്പ് വെള്ളം കൂടി ഒഴിച്ച് നമുക്കൊന്ന് കുതിർക്കാൻ വെക്കണം, ഒരു 4 മണിക്കൂർ നേരം. അത് കഴിയുമ്പോൾ എടുത്ത് അരയ്ക്കാം. ഒന്ന് മൂടി വെക്കാം. ദോശയ്ക്കുള്ള അരിയെല്ലാം 4 മണിക്കൂർ കുതിർത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് അരച്ചെടുക്കാം. 2 കപ്പ് അരിക്ക് 1 കപ്പ് അവലാണ് നമ്മൾ എടുക്കുന്നത്. അത് കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ച് കുതിർത്ത് വെച്ചിരിക്കുകയായിരുന്നേ. 2 കപ്പ് തേങ്ങയും ഉണ്ട്. അപ്പോൾ ഒറ്റ അടിക്ക് പോകത്തില്ല, അതുകൊണ്ട് 2ആയിട്ട് നമുക്ക് അരച്ചെടുക്കാം. പകുതി തേങ്ങ ഇടാം, അവലും പകുതി ഇടാം. അരി പകുതി ഇട്ടിട്ടുണ്ട്. ഇത് അരയ്ക്കാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിക്കാം. നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. അരി ആദ്യമേ ഒന്ന് അരച്ചു, രണ്ടാമത് പകുതി ഭാഗം രണ്ടാമത് അരച്ചെടുത്തിട്ടുണ്ട്. ഇത് രണ്ടും കൂടെ ഒന്നിച്ച് മിക്സ് ചെയ്യാം. കൂടുതലുണ്ടായിരുന്നുകൊണ്ട് ഞാൻ രണ്ട് പ്രാവശ്യമായിട്ടാണ് അരച്ചത്. ബാറ്റർ സ്വല്പം തിക്കായിട്ടാണ് തോന്നുന്നത്. അത് സ്വല്പം കൂടെ വെള്ളം ഒഴിക്കാം. മിക്സിയുടെ ജാറ് കഴുകി കുറച്ച് വെള്ളം കൂടെ ചേർക്കാം. നന്നായി ഒന്ന് മിക്സ് ചെയ്ത് മൂടി വെക്കാം. നമുക്ക് ഇപ്പം ഞാൻ വൈകുന്നേരമാണ് അരച്ചിരിക്കുന്നത്. ഓവർനൈറ്റ് ഇതിരിക്കണം, എന്നാലേ നമുക്ക് നാളെ നല്ല ദോശ കിട്ടത്തുള്ളൂ. അതുകൊണ്ട് മൂടി വെച്ച് നാളെ രാവിലെ ഇനി നല്ല ദോശ ഉണ്ടാക്കാം. നമ്മുടെ ദോശ ഓവർനൈറ്റ് ഫെർമെൻറ്റേഷനൊക്കെ കഴിഞ്ഞ് അങ്ങനെ ഇരിക്കുന്നു. നമുക്കതൊന്ന് എങ്ങനെയുണ്ടെന്ന് നോക്കാം. ആവശ്യമുള്ള ഉപ്പിട്ട് ഒന്ന് മിക്സ് ചെയ്ത് ഒന്ന് ഇളക്കാം. നന്നായിട്ട് കുതിർന്നിട്ടുണ്ട്. നമ്മുടെ ദോശ ഉണ്ടാക്കാനുള്ള പരുവത്തിനായിട്ടുണ്ട്. തവ വെച്ച് ചൂടായിട്ടുണ്ട്. ചെറിയതായിട്ടൊന്ന് ഒരു എണ്ണമയം പരട്ടി. നമ്മൾ സാധാരണ ദോശ ഉണ്ടാക്കുന്ന പോലെ മറിച്ചിട്ടില്ല ഇത് ഉണ്ടാക്കുന്നത്. നമ്മുടെ അപ്പമൊക്കെ ഉണ്ടാക്കുന്ന പോലെ ഒരു സൈഡ് മാത്രമേ ഇങ്ങനെ ഇടത്തുള്ളൂ. അത് കഴിഞ്ഞിട്ട് നമ്മൾ മൂടിയാണ് വേവിക്കുന്നത്. അതായത് ഇപ്പോൾ ഈ ഹോൾസ് എല്ലാം വന്നു കഴിയുമ്പോഴാണ് നമ്മൾ മൂടി വെക്കുന്നത്. മൂടി വെച്ചിട്ട് അധികം വേണ്ട, 1 മിനിറ്റ് പോലും വേണ്ടല്ലോ ഒരു ദോശ വേകാനായിട്ട്. ഹോൾസൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ട്. നമുക്കൊന്ന് മൂടി വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കാം. നമ്മുടെ ദോശ കുക്കായിട്ടുണ്ട്. ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് എടുക്കാം. നല്ല സോഫ്റ്റാണ് കേട്ടോ. ബാക്കി നമുക്കിതുപോലെ ഉണ്ടാക്കിയെടുക്കാം. ദോശയ്ക്കുള്ള ചട്നി നമുക്ക് തയ്യാറാക്കാം. ഇതിന് 1 കപ്പ് തേങ്ങയാണ് എടുത്ത് വെച്ചിരിക്കുന്നത്. 3 പച്ചമുളക്, അധികം എരിവില്ലാത്തതാണ്. ചെറിയ പീസ് ഇഞ്ചി, 2 ചെറിയ ഉള്ളി, ആവശ്യത്തിനുള്ള ഉപ്പ്, അരയ്ക്കാൻ ആവശ്യമായിട്ടുള്ള വെള്ളം. അരച്ചിട്ട് വരാം. നമ്മുടെ ചട്നി അരച്ച് കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് കടുക് പൊട്ടിച്ചെടുക്കാം. ഇതിന് കടുക് പൊട്ടിക്കാനായിട്ട് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇതൊന്ന് ചൂടായിക്കോട്ടെ. 1/2 ടീസ്പൂൺ കടുക് പൊട്ടിയിട്ടുണ്ട്. 3 ചെറിയ ഉള്ളി അരിഞ്ഞത്, 2 വറ്റൽമുളക്, 2 തണ്ട് കറിവേപ്പില. കടുകൊക്കെ പൊട്ടി ഉള്ളിയൊക്കെ മൂത്തിട്ടുണ്ട്. ഇനി നമ്മുടെ ചട്നി അരച്ചത് കൂടെ ഇടാം. തേങ്ങ അരച്ചത് ഇടാം. മിക്സിയുടെ ജാറ് കഴുകിയ കുറച്ച് വെള്ളം കൂടെ ഒഴിക്കുകയാണ്. വെള്ള സുന്ദരി ദോശയ്ക്ക് വെള്ള സുന്ദരി ചട്നി. ഉപ്പെല്ലാം കറക്റ്റാണ്. റെഡിയായി. ദോശയൊക്കെ റെഡിയായിട്ടുണ്ട്. നല്ല സോഫ്റ്റാണ്, നല്ല ടേസ്റ്റാണ്. ഞങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അടിപൊളിയല്ലേ? അതിന് പറ്റുന്ന ഒരു ചട്നി. സൂപ്പറാണ്. ദോശയും സൂപ്പറാണ്, ചട്നിയും സൂപ്പറാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. ഞങ്ങളുടെ ഫാമിലി മെമ്പേഴ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇനി അടുത്തൊരു നല്ല വീഡിയോയുമായി വരുന്നിടം വരെ ബൈ.